അപ്പോൾ ജെ.സിയുടെ രക്തമില്ലാത്ത മനുഷ്യൻ ഇത് അവൾ വിശ്വസ്തയായിരുന്നു. അങ്ങനെ ഒരുപാട് പടം ജെ.സിയുടെ തുറമുഖം ആ സിനിമകളിലും ഐ.വി. ശശിയുടെ സിനിമകളിലൊക്കെ ഐ.വി. ശശി സോമനില്ലാത്ത ഒരു സിനിമ എടുക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഴാം കടലക്കരുന്ന ഒരു പടം ജിയോ കുട്ടപ്പിന് വേണ്ടിയിട്ട് വിദേശത്തായിരുന്നു, അമേരിക്കയിലായിരുന്നു ചിത്രീകരണം. പക്ഷേ അത് സോമൻ തിരക്കേറി ഒറ്റ ദിവസം പോലും സോമന് ഒഴിവില്ലായിരുന്നു. അങ്ങനെ ഐ.വി. ശശിക്ക് വേണ്ടി തൻ്റെ പ്രിയ കൂട്ടുകാരനോട് അഡ്ജസ്റ്റ് അമേരിക്കയിൽ പോയി. പക്ഷേ വിചാരിച്ച രീതിയിൽ അമേരിക്കയിൽ ചിത്രീകരണം കഴിഞ്ഞില്ല. അങ്ങനെ സോമന് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരേണ്ടി വന്നു. സോമനില്ലാത്ത കാരണം വീണ്ടും ഐ.വി. ശശിക്ക് അമേരിക്കയിൽ പോകേണ്ടി വന്നു. അങ്ങനെ ചിലവ് കൂടി ജിയോ കുട്ടപ്പൻ വഴക്ക് പറയുകയും ചെയ്തു. സോമൻ ഇങ്ങനെ ഒരുപാട് തിരക്കിട്ട് ഓടി നടന്ന് എല്ലാ പടത്തിലും അഭിനയിക്കാൻ കാഴ്ചയിട്ട് കൊള്ളത് കാരണം പല നിർമ്മാതാക്കളും കുഴങ്ങി എന്ന് പറഞ്ഞ ന്യൂസുകളും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നിർമ്മാതാക്കളെ സമയത്തിനെത്താതെ ബുദ്ധിമുട്ടിച്ച കഥകളുണ്ട്. കയറി വന്ന് അധ്വാനിച്ചുയർന്ന സോമന് ഒരുപാട് പടങ്ങളായപ്പോൾ പല നിർമ്മാതാക്കളെ മറന്നു, പല സുഹൃത്തുക്കളെ മറന്നു. അങ്ങനെ ഒരു വീഴ്ച സോമന് പറ്റി. അങ്ങനെ ഐ.വി. ശശി വളരെ പറഞ്ഞു, നീ നില്ലേ 2 ദിവസം കൊണ്ട് നിന്ന് അഭിനയിച്ചിട്ട് പോയെന്നവരെ കേൾക്കത്തില്ല. പക്ഷേ ഐ.വി. ശശി സോമനെ കുറ്റമ്പൻ്റെ കഥയില്ല, ഇവിടെ പടങ്ങൾ തീർക്കാനുണ്ട്. ഓരോ പടവും ഡേറ്റ് ഫിക്സ് ആയിട്ടായിരിക്കും ഇവർ അഭിനയിക്കാൻ വരുന്നത്. ചിലതിൻ്റെ ഡബ്ബിംഗ് ഉണ്ട്. അങ്ങനെ സോമൻ ഐ.വി. ശശിയായിട്ട് പിണങ്ങുവാൻ ആ സമയത്ത് ഐ.വി. ശശിയായിട്ട് പിണങ്ങി. അത് വലിയൊരു ദുരന്തമായി സോമൻ്റെ ജീവിതത്തിൽ. ഐ.വി. ശശി പിന്നീട് സോമനെ പിന്നെ വിളിച്ചിട്ടേ ഇല്ല. സോമനും പിന്നെ തിരിച്ചു. പക്ഷേ അപ്പോഴത്തേക്കാണ് അങ്ങാടിയിലൂടെ ജയൻ എന്ന നടൻ്റെ സോമൻ തന്നെ ഇവിടെ ഒരു വലിയ ചെറിയ നടനായിട്ട് വന്ന ജയൻ അപ്പോഴത്തേക്ക് നായകനോട്ട് ഉയർന്നു. ഐ.വി. ശശി അങ്ങാടിയിൽ സുകുമാരൻ ഒക്കെ ഉണ്ടെങ്കിൽ പ്രശസ്തി ആർജിച്ചത് ജയൻ്റെ അങ്ങാടി എന്ന സിനിമയാണ്. അങ്ങനെ സോമന് പകരം മറ്റൊരു നടനെ ഐ.വി. ശശി ഉയർത്തിക്കൊണ്ടുവന്നു. അതാണ് ഐ.വി. ശശിയുടെ കഴിവ്. പക്ഷേ സോമൻ്റെ ഒരു പതനമായിരുന്നു അവിടെ. ജയൻ കടന്നു വന്നു. പലരും അപ്പോൾ സോമൻ്റെ കാഴ്ചയ്ക്ക് തെറ്റിക്കുന്ന പല നിർമ്മാതാക്കൾ ഒഴിവാക്കി. ജെ.സിയാണ് പിന്നെ സോമന് നിരന്തരം റോള് കൊടുത്തിട്ടുണ്ട്. ജെ.സിക്കും പുറപ്പാട് എന്ന സിനിമ പരാജയപ്പെട്ടപ്പോൾ ജെ.സിക്കും സിനിമ പതുക്കെ കുറഞ്ഞു. അങ്ങനെ സോമൻ്റെ ഒരുപാട് പത്മരാജൻ്റെ ഐ.വി. ശശി ടീമിൽ വാടകയ്ക്കൊരു ഹൃദയം, രതി നിർവേദം, നല്ല നല്ല സിനിമകൾ ഐ.വി. ശശി സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങളിലൂടെ നീങ്ങി നിന്നിരുന്നെങ്കിൽ സോമൻ മരിക്കുന്നത് വരെയും നല്ല റോളുകൾ അഭിനയിക്കാമായിരുന്നു. വാടകയ്ക്കൊരു ഹൃദയത്തിലെ കഥാപാത്രം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. വാടകയ്ക്കൊരു ഹൃദയത്തിൽ തൻ്റെ കാമുകി ഒരാളെ കല്യാണം കഴിച്ചു പോകുമ്പോൾ വീണ്ടും അയാളെ സമീപിക്കുന്നൊരു കഥ. അതുപോലെ നക്ഷത്രങ്ങളെക്കാൾ പത്മരാജൻ്റെ അവാർഡ് കിട്ടിയ നോവലാണ്. അത് കെ.എസ്. സേതുമാധവൻ സാറാണ് സംവിധാനം ചെയ്തത്. അതിലെ പ്രഭു എന്ന ക്യാരക്ടർ സോമൻ്റെ അഭിനയ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിഷേധിയും വില്ലനും ആരോടും മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന, കാരണം അയാൾ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെ ആയിരുന്നു. സ്വന്തം അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടാതെ വളർന്ന ധാരാളിയായിട്ടൊരു ചെറുപ്പക്കാരൻ സ്ത്രീകളെയൊക്കെ വെറുപ്പോടുകൂടിയാണ് കാണുന്നത്. പക്ഷേ ആ വെറുപ്പോട് നായകനെയും അയാളുടെ ഭാര്യയെ പറ്റിക്കുന്നുണ്ട്, വീട്ടിലെ ജോലിക്കാരനോട് ബന്ധം പുലർത്തുന്നുണ്ട്. അങ്ങനെ സോമൻ്റെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ നൽകിയ ഐ.വി. ശശിയാണ്. പിന്നെ നമുക്ക് ജെ.സിയുടെയും കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിലെ പത്മരാജൻ്റെ ആണെങ്കിലും കാനത്തിൻ്റെ ആണെങ്കിൽ പോലും മുട്ടത്തുവർക്കിയുടെ നോവലാണെങ്കിൽ പോലും എല്ലാം സേതുമാധവൻ സാർ ചെയ്ത സിനിമകളിൽ പോലും സോമൻ അഭിനയിക്കാൻ പറ്റുന്നുള്ള സോമൻ്റെ അഭിനയ ജീവിതത്തിലെ
ഒരു വലിയ സംഭവമായിരുന്നു. അതുപോലെ തന്നെ അതിന് ശംഖുപുഷ്പം സിനിമയിലും സോമന് നല്ല റോളായിരുന്നു. അതുപോലെ ഐ വി ശശിയുടെ സിനിമയിൽ കമൽഹാസൻ സോമൻ കൂട്ടുകെട്ട് മലയാള സിനിമയിൽ വലിയൊരു ചരിത്ര പ്രസിദ്ധമായ കൂട്ടുകെട്ടാണ്. കാരണം കമൽഹാസൻ്റെ എഡിറ്റർ രവി സംവിധാനം ചെയ്ത അരുത് എന്നൊരു സിനിമയുണ്ട്. ഭയങ്കര സസ്പെൻസ്. സോമനാണ് നായകൻ, സോമനും കമൽഹാസനും. സോമനും കമൽഹാസനും ഉണ്ടെങ്കിൽ സോമൻ്റെ ഭാര്യ പറയാറുണ്ട്, കമൽഹാസൻ വന്നു നിറഞ്ഞാൽ സോമന് ഭയങ്കര സന്തോഷമാണ്. ആ റൂമിൽ പിന്നെ വേറെ ആരും അടുപ്പിക്കത്തില്ല. അവർ കോമഡി പറച്ചിലും സംഭാഷണങ്ങളും. അങ്ങനെ കമൽഹാസനും സോമനും ശിവതാണ്ഡവം, ആശീർവാദം, ഒരുപാട് സിനിമകളിൽ അവർ ഒരുമിച്ച് ഈറ്റ അവിശ്വസിച്ച് വ്യത്യസ്തമായൊരു ചിത്രമാണ് ഈറ്റ വെട്ടുന്ന തൊഴിലാളികളുടെ കഥ. അങ്ങനെ തൊഴിലാളികളെ പറ്റിക്കുന്ന ഒരു മുതലാളിയായിട്ടാണ് സോമൻ അഭിനയിക്കുന്നത്. അതിൽ കമൽഹാസൻ നായകനാണ്. അങ്ങനെ ഈ കമൽഹാസൻ കാത്തിരുന്ന നിമിഷം എന്നൊരു സിനിമയുണ്ട് ബേബിയുടെ. ആ കാത്തിരുന്ന നിമിഷത്തിൽ ഒരു ബൈക്കിൽ ഇവർ വെള്ളം ഒടിച്ചുകൊണ്ട് പാടുന്ന സീനുണ്ട്. അത് ഒരു ആർട്ട് ഡയറക്ടറുടെയും നിർദ്ദേശമില്ലാതെ കമൽഹാസന് സോമന് സ്വന്തമായിട്ട് ചെയ്തിട്ടൊരു പാട്ടായിരുന്നു. ശാഖാ നഗരത്തിൽ ശശികാന്തം ചോരിയും ശാരദ പൗർണമി എന്നൊരു പടം. പിന്നെ ചില ആൾക്കാർ പറയും സോമന് പാട്ട് രംഗത്തിൽ അഭിനയിക്കാൻ പറ്റത്തില്ല. ശരിയാണ്, സോമന് ചിരിയും കുറവാണ്. ആ രണ്ട് ന്യൂനതകൾ ഒഴിച്ചാൽ സോമൻ എനിക്ക് തോന്നുന്നു നിഷേധിയായിട്ടുള്ള തൻ്റെടിയായിട്ടുള്ള പൗരുഷത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കാൻ സോമൻ മിടുക്കനായിരുന്നു. സോമൻ്റെ എല്ലാ കഥാപാത്രങ്ങളും എടുത്തു നോക്കിയാലും നമുക്കത് തന്നെ കാണാൻ പറ്റും. പക്ഷേ നിരാശാകാമരിൽ നിന്നും വില്ലനിൽ നിന്നും മലയാള സിനിമയെ പിടിച്ചു നിർത്തുന്ന ഒരു നായകനായിട്ട് മാറി എന്നുള്ള വാസ്തവം. അദ്ദേഹം 2 തവണ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ സോമൻ, കമൽഹാസൻ, സോമൻ, സുകുമാരൻ, അങ്ങനെ ഒരു ജോഡികളിലൂടെ മലയാള സിനിമ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. സോമൻ ഒരുപാട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സോമൻ്റെ നായികയായിട്ടൊന്ന് ജയഭാരതി ആയിരിക്കണം. ആ കാലഘട്ടത്തിൽ സോമനും ജയഭാരതിയും സിനിമകളിലൂടെ ഒരു പ്രത്യേക ജോഡി ആയിട്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ജയഭാരതിയിലൂടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചതും സോമനായിരിക്കണം. സുപ്രിയയുടെ സിനിമകളിലൊക്കെ സുപ്രിയയുടെ സ്ഥിരം നായികയായിരുന്നു ജയഭാരതി. അപ്പോൾ സോമനുമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ആ നല്ല വൈകാരിക മുഹൂർത്തങ്ങൾ, അത് വാടകയ്ക്കൊരു ഹൃദയം, ഇതാവിടെ വരെയാണ് അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അഭിനയം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നത്. ആ പൈലിയുടെ മകളായിട്ടുള്ള പ്രണയവും എൻ്റെ വിരഹവും ഒക്കെ. അങ്ങനെ വാടകയ്ക്കൊരു ഹൃദയത്തിൽ അങ്ങനെയാണ് സോമന് കാമുകനായിട്ട് പ്രതിഷ്ഠിക്കുന്നില്ല, അവന് കിട്ടുന്നില്ല. ജയഭാരതി വേറെ കല്യാണം കഴിച്ചു പോകണം. പക്ഷേ വീണ്ടും സോമൻ അതിലേക്ക് കടന്നു വരികയാണ്. അതൊക്കെയാണ് ഗുരുവായൂർ കേശവൻ്റെ കഥാപാത്രം. അതിനകത്ത് സോമൻ ജയഭാരതിയെ പ്രേമിക്കുന്നു, സോമൻ ഉഷാകുമാരിയെ പ്രേമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കഥ. അങ്ങനെ അന്ന് മലയാള സിനിമയിലെ എല്ലാ വിധുബാല ടീമും ഉണ്ട്. വിധുബാലയും സോമൻ്റെ കൂടെ കുറേയധികം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. വിധുബാലയും സോമനും തമ്മിൽ നല്ല ഒരു ഐ വി ശശിയുടെ സിനിമകളിലും ജെയ്സിയുടെ സിനിമകളിലും ഒക്കെ സോമനും വിധുബാലയും നല്ല ജോഡികളായിരുന്നു. എന്നാലും ഏറ്റവും കൂടുതൽ ജോഡിയായിട്ട് വന്നത് ജയഭാരതിയായിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ ഈ ഐ വി ശശിയും സോമനും തമ്മിൽ പിണങ്ങിയതൊരു വലിയ സംഭവമായിരുന്നു. അത് സുകുമാരനെ നായകനാക്കി മറ്റു പലരും സോമൻ്റെ ഒഴിവിലേക്ക് തിരക്കേറി വന്നപ്പോൾ സുകുമാരനെ കൊണ്ടുവന്നു, ചിലർ ജയനെ കൊണ്ടുവന്നു. അങ്ങനെ സോമൻ പതുക്കെ താഴോട്ട് വരികയായിരുന്നു. പിന്നീട് സോമൻ്റെ റോളുകളൊക്കെ കുറഞ്ഞു വന്നു. ജോഷിയും സോമനെ സഹായിച്ച ഒരു ഡയറക്ടറായിരുന്നു. പക്ഷേ ജോഷിയുടെ ആ രാത്രിയുള്ള സിനിമകളിൽ നല്ല റോളായിരുന്നു. ഇതിഹാസം, സംഭവം, രക്തം, ഒരുപാട് സിനിമകളിൽ സോമന് നല്ല റോളായിരുന്നു. അങ്ങനെ അപ്പോൾ ജോഷിയും പിന്നെ ആ സമയത്താണ് മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഉദയം വരുന്നത്. ഉദയം വന്നതോടെ സോമൻ പതുക്കെ അച്ഛൻ വേഷങ്ങളിലേക്കും സഹോദരൻ്റെ വേഷങ്ങളിലേക്കും ഒക്കെ മാറി പ്രായവും ആയി വന്ന രീതിയിൽ അങ്ങനെ സ്വഭാവ നടനായിട്ട് വന്നു. അങ്ങനെ കുറേ നാളിന് ശേഷം സോമൻ്റെ സിനിമ എടുത്തു, ഭൂമിക എന്നൊരു സിനിമ. പക്ഷേ ആ സിനിമ സോമൻ എങ്ങനെ കാഴ്ചയിട്ടൊക്കെ തെറ്റിച്ച് പ്രൊഡ്യൂസർമാരെ വിഷമിച്ചോ അത് തന്നെ സോമൻ അനുഭവിക്കേണ്ടി വന്നുവെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സിനിമ ഒരുപാട് ഷെഡ്യൂൾ മുടങ്ങി. ഐ വി ശശിയുടെയും ഒരു നല്ല കാലഘട്ടമല്ലായിരുന്നു. ആ സിനിമ സോമൻ്റെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആ സിനിമ നിർമ്മിച്ചോട് സോമൻ തളർന്നു. ഒരുപാട് നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ ആ സിനിമ ഒരു പരാജയം തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം കുറേ നാൾ അസുഖബാധിതനായി. പിന്നെ തിരിച്ചു വരുന്നത് ജോഷിയുടെ തന്നെ ലേലം എന്നൊരു പടത്തിലായിരുന്നു. ചാക്കോച്ചി എന്ന കഥാപാത്രം ഇന്നും ജനങ്ങൾ ഓർമ്മിക്കുന്ന ഒരു ലേലത്തിലെ
ചാക്കോച്ചി. ഈ ചാക്കോച്ചി ഈ നമ്മൾ പറയല്ലേ അസ്തമിക്കാൻ പോകുന്ന ഒരു വിളക്ക് ആളി കത്തുമെന്ന് പറയും, അതേ കണക്കായിരുന്നു സോമൻ്റെ പ്രകടനം. വീണ്ടും അദ്ദേഹത്തിന് നിറയെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ജോഷിയുടെ സിനിമ സഹായിച്ചു. ജോഷിയോട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്നില്ല, എൻ്റെ കഥാപാത്രത്തെ എനിക്ക് തിരിച്ചു തന്നത് ജോഷിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും നിറയെ പടങ്ങളിലേക്ക് സോമന് ഓഫർ ചെയ്തിരുന്നു. പക്ഷേ ഗുരുതരമായ കരൾ രോഗം അദ്ദേഹത്തെ തിരിച്ചു പിടിച്ചു. അങ്ങനെ വീണ്ടും സോമൻ എന്ന നടനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ആ അസുഖബാധിതനായി അദ്ദേഹം മൃത്യുവിലേക്ക് വിലയം പ്രാപിച്ചു. അങ്ങനെ മലയാളത്തിന് നല്ല ഒരു നടൻ നഷ്ടമായി. ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ജ്വലിക്കുന്ന സൂര്യനായി തന്നെ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് ഈ ലേലം പ്രദർശനത്തിനുണ്ടായിരുന്നു. അതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ്. അങ്ങനെ സോമൻ മലയാള സിനിമയിലെ ഏറെ സാഹിത്യ കൃതികളിലൂടെയും നമ്മുടെ മനസ്സിൽ സ്ഥിരം കഥാപാത്രങ്ങൾ നേടി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അത്ര പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു. ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.